ഈ ഹിമാലയ ഓണേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടയർ. ഏറ്റവും നല്ല ലൈഫ് കിട്ടുന്ന ടയർ ഏത് ബ്രാൻഡാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് നോക്ക്, ഈ ടയർ ഇതിപ്പോ എനിക്ക് മാക്സിമം ലൈഫ് കിട്ടിയേക്കണം 17,000 കിലോമീറ്ററാണ്. ഇത്ര ലൈഫ് കിട്ടിയേക്കുന്ന ടയർ വേറെ ഒന്നുമില്ല. ഇത് 17,000 കിലോമീറ്റർ ലേശം കൂടുതലാട്ടാ. ഞാൻ പിന്നെ കുറച്ച് ലോക്കൽ യൂസ് ചെയ്ത് കാരണം തൽക്കാലം ഒരു മാസം മാറ്റാതെ കൊണ്ടുവരണം. മാക്സിമം ഒരു 15 എന്തായാലും ഇത് കിട്ടും. എന്റെ ഫസ്റ്റത്തെ ടയർ ഞാൻ മാറ്റിയത് 11,500 കമ്പനി വന്ന ടയർ വണ്ടിയിലുണ്ടായി. ഇതിപ്പോൾ രണ്ടാമത്തെ ടയറാണ് തേഞ്ഞ് തീർന്നത്. ഇപ്പോൾ കിലോമീറ്റർ നോക്ക് 28,593. അപ്പോൾ 11,500 കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 17,000 കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഒറ്റ ടയറിൽ നിന്ന്. അപ്പോൾ ഈ ടയർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഈ സെയിം ടയർ തന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്കാണ്. ഇതിൻ്റെ വിലയും ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത്. ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സിയറ്റിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല, എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം. നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ കിട്ടുന്ന ടയർ അല്ല ഇത്. സിയറ്റിൻ്റെ ഇത് വേറൊരു മോഡലാണ്. അത് ഏതാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വണ്ടി വാങ്ങിയപ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന സിയറ്റിൻ്റെ ടയർ 12,000 കിലോമീറ്ററാണ് മാക്സിമം കിട്ടിയത്. അത് കഴിഞ്ഞ് രണ്ടാമത് ഇട്ടത് ഞാൻ ആ ഇച്ചിരി അപ്ഗ്രേഡ് ആയിട്ടുള്ള ടയറാണ്. അതിൻ്റെ ഒരു 300 റുപ്പീസ് എന്തോ എക്സ്ട്രാ കൂടുതലാണ് ഇതിന് വരുന്നത്. അപ്പോൾ ആ ടയർ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്നത്. ആ ടയർ ഏതാണെന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഹിമാലയ ബൈക്കിന് കുറേ ടയറുകളെ പറ്റി യൂട്യൂബിൽ കുറേ വീഡിയോസ്, അപ്പോളോ, MRF, കുറേ ബ്രാൻഡുകളെ പറ്റി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ എല്ലാവരും മാക്സിമം പറയണത് 8, 10, 12 മാക്സിമം പറയണത്. അപ്പോൾ അത്രയൊരു വ്യത്യാസമാണ് നമുക്ക് ഈ ടയറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. ഏകദേശം അതിൻ്റെ വിലയൊക്കെ തന്നെ ഇതിനുള്ളൂ. ഇതാണ് സിയറ്റിൻ്റെ ടയർ കിട്ടുന്ന ഷോപ്പ്. എന്തായാലും സാധനം സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് ചോദിച്ചേക്കാൻ പോയി. ടയർ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ അതേ വണ്ടി വീണ്ടും പഞ്ചറായി. എന്താ ഒരു ഭാഗ്യം. ഇത് തന്നെ സെയിം സാധനം സിയറ്റ്. ഇതാണ് ആ ടയർ. സിയറ്റിൻ്റെ XL+ എന്നാണ് ഇതിൻ്റെ പേര് വന്നത്. ഈ ടയറാണ് ഹിമാലയക്ക് മാക്സിമം ലൈഫ് കിട്ടിയത്. എനിക്ക് ഏകദേശം ഒരു 17 കിലോമീറ്ററാണ് ഈ ടയറിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ സാധനം തന്നെയാണ് നമ്മൾ രണ്ടാമത് ഇടുന്നത്. 3,300 ബാക്ക് ടയറിൻ്റെ വില. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഈ ടയർ എങ്ങനെയാണ് ഇത്രയും ലൈഫ് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ആഴ്ചയും കറക്റ്റായിട്ട് എയർ ചെക്ക് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് മാക്സിമം ടയറിന് ലൈഫ് കിട്ടിയത്. എയർ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയും ചെക്ക് ചെയ്താൽ തന്നെ മാക്സിമം കിലോമീറ്റർ ബാക്ക് ടയറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയും കട്ട ഉണ്ടായിരുന്ന ടയറാണ് നമ്മൾ അത്രയും ഓടിച്ച് തീർത്ത് വെച്ചത്. അപ്പോൾ കട്ട നോക്ക്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ കട്ടയും കാര്യങ്ങളൊക്കെ പോയി. വൺ സൈഡ് ഫുള്ള് സീനായിട്ടിരിക്കുക. നടുക്കൊരു മുഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതും മാറ്റി വെക്കാൻ വെച്ചു. അതിൻ്റെ വില വന്നത് 2,900 ടയറിന് വന്നത്. ഒരു വെട്ടലുണ്ട് ഇപ്പം ശരിക്കും. പിന്നെ ഒരു സുഖമില്ല ഓടിക്കാൻ. ഫ്രണ്ട് ടയർ വലിയ കുഴപ്പമില്ല, എപ്പോഴും ലൈഫ് കിട്ടണം. പിന്നെ ഇപ്രാവശ്യം ഇങ്ങനെ പോയിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട് ടയർ നമ്മൾ വാങ്ങിയപ്പോഴുള്ള ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. വേറെ ഒന്നും മാറ്റി നോക്കിയിട്ടില്ല. ഫ്രണ്ട് ടയർ സിയറ്റിനെക്കാട്ടി നല്ലത് വേറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ ഫ്രണ്ട് ടയറാണ് വൺ സൈഡിൻ്റെ പ്രോബ്ലം വന്നതും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയതും ഫ്രണ്ട് ടയറിന്. വലിയ താമസമില്ലാതെ 2 ടയർ നമുക്ക് മാറ്റി കിട്ടി. എയർ ഞാൻ ഫില്ല് ചെയ്യാറുള്ളത് വണ്ടിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര ചെയ്യണമെന്നുള്ളത്. അത് തന്നെ നോക്കി അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. ഹിമാലയക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ടയർ ഏതാണ്? ഹിമാലയക്ക് ഇപ്പോൾ നമുക്ക് സിയറ്റിൻ്റെ XL+ സൂം എന്നൊരു സാധനം വരുന്നത്. വലിയ കുഴപ്പമില്ല. നോർമലി ആദ്യമൊക്കെ നമുക്കൊരു 8,510 ഉള്ളിലാണ് ആദ്യം കിട്ടിയത്. ഈ സൂം പ്ലസ് ഇതിൻ്റെ വരുന്ന കുറച്ചും കൂടി ഒരു 13-15 അടുത്ത് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ പഴയ ടയറിന് അത്രയും കിട്ടി. ഇപ്പോൾ ഒരു 17,000 കിലോമീറ്ററോളം എനിക്കിപ്പോൾ കിട്ടും. അത് ആൾക്കാർ എൻക്വയറി കൂടുതലാണ് ഇപ്പം വരുന്നത്. പിന്നെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. കറക്റ്റ് അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. എനിക്കിപ്പോൾ മെയിനായിട്ട് ഇത്രയും കിലോമീറ്റർ 17,000 കിട്ടിയത് ശരിക്കും ഞാൻ എല്ലാ ആഴ്ചയിലും കറക്റ്റായിട്ട് എയർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണമെന്നാണ് കിട്ടിയത്. അതാണെങ്കിൽ കറക്റ്റ് ആ ഇതിൽ കൊണ്ടുനടക്കണം. സൂപ്പർ നല്ല സാധനം ഗ്രിപ്പിങ്ങും ഉണ്ട്. ലൈഫും കൂടുതൽ നമുക്ക് കയ്യിലാണ് കിട്ടുന്നത്.
കൂടുതലും ചെയ്യുന്നത് അത് തന്നെയാണ്. ആ അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ല ടയർ ചേട്ടൻ പറയുന്നത് നമ്മുടെ സിയറ്റിൻ്റെ XL+ ആണ് നല്ല ടയർ. പ്ലസ് നിങ്ങളൊരു ഹിമാലയൻ ഓണറാണെങ്കിൽ നിങ്ങളിനി സിയറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഇതാ 2 ടയറും മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസിൽ തന്നെ നല്ലൊരു മാറ്റം, ഇരിക്കാൻ തന്നെ നല്ലൊരു സുഖം.